അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും തസ്ബീഹ് നിസ്കാരം നിർവഹിക്കൽ സുന്നത്താണ് എന്ന് ഫുഖഹാ രേഖപ്പെടുത്തുന്നു. അള്ളാഹുവിന് വളരെ പ്രിയപ്പെട്ട 4 കലിമത്താണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഈ ദിക്ർ തസ്ബീഹ് നിസ്കാരത്തിൽ 300 തവണ ആവർത്തിച്ച് ചൊല്ലുന്നുണ്ട്. തസ്ബീഹ് നിസ്കാരം 4 റക്അത്താണ്. പകൽ നിസ്കരിക്കുന്ന സമയത്ത് 4ഉം ഒന്നിച്ച് നിസ്കരിക്കുക, അതാണ് ഉത്തമം. രാത്രിയിൽ നിസ്കരിക്കുകയാണെങ്കിൽ ഈ 2 റക്അത്തായി നിർവഹിക്കലാണ് ഉത്തമം. ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. രാത്രിയിൽ നിസ്കരിക്കുകയാണെങ്കിൽ 2 റക്അത്ത് തസ്ബീഹ് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി അതിനുശേഷം ദുആഉൽ ഇഫ്തിതാഹ്, അഊദു, ഫാത്തിഹ, സൂറത്ത്. 1-ാം റക്അത്തിൽ സൂറത്തു തക്കാസുർ ഓതലാണ്. 1-ാം റക്അത്തിൽ ഓതേണ്ട സൂറത്തു തക്കാസുർ, അൽഹാക്കുമുത് തക്കാസുർ എന്ന സൂറത്ത് ഓതുക. അതിനുശേഷം 15 തവണ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുക. അതിനുശേഷം റുക്കൂയിലേക്ക് പോകുന്നു. റുക്കൂയിൽ സാദാ ദിക്ർ ചൊല്ലുന്നു. അതിനുശേഷം റുക്കൂയിൽ 10 തവണ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുന്നു. ഇഅ്തിദാലിൽ സാദാ ദിക്റിന് ശേഷം 10 തവണ, സുജൂദിൽ സാധാരണ ദിക്റിന് ശേഷം 10 തവണ, ഇടയിലെ ഇരുത്തത്തിലും 2-ാം സുജൂദിലും. 2-ാം സുജൂദിൽ നിന്ന് 2-ാം റക്അത്തിലേക്ക് ഉയരുന്ന സമയത്ത് അവിടെ ഒന്ന് ഇരിക്കുക. അതിന് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം എന്ന് പറയും. ആ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിൽ സാധാരണ ദിക്റുകളൊന്നുമില്ല. അപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം ഇരുന്ന് അവിടെ 10 തവണ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലിയതിന് ശേഷം നേരെ തക്ബീർ ഒന്നും ചൊല്ലാതെ ഖിയാമിലേക്ക് വരിക. 2-ാം റക്അത്ത്. 2-ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം വൽ അസ്ർ സൂറത്ത് ഓതുക. 2-ാം റക്അത്തിലും ഖിയാമിൽ 15 തവണ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ, റുക്കൂയിൽ 10, ഇഅ്തിദാലിൽ 10, 1-ാം സുജൂദിൽ 10, ഇടയിലെ ഇരുത്തത്തിൽ 10, 2-ാം സുജൂദിൽ 10. പിന്നെ അത്തഹിയാത്തിൽ ഇരിക്കുന്നു. അത്തഹിയാത്തിൻ്റെ മുമ്പ് 10 തവണ ചൊല്ലുക. പിന്നെ അത്തഹിയാത്ത് ചൊല്ലി സലാം വീട്ടുക. ഇതേ പ്രകാരം 2 റക്അത്തും കൂടി നിസ്കരിക്കുക. അവിടെ ആദ്യ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം കുൽ യാ അയ്യുഹൽ കാഫിറൂന സൂറത്തും 2-ാം റക്അത്തിൽ കുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും ഓതുക. അവിടെയും ഇതേ പ്രകാരം തന്നെ തസ്ബീഹുകൾ നമ്മൾ ചൊല്ലണം. അപ്പോൾ ഒരു റക്അത്തിൽ 75 തവണ തസ്ബീഹ് ചൊല്ലുന്നു. 2 റക്അത്താകുമ്പോൾ 150 തവണ തസ്ബീഹ് ചൊല്ലുന്നു. 4 റക്അത്താകുന്ന സമയത്ത് 300 തവണ തസ്ബീഹ് ചൊല്ലുന്നു. 1-ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം തക്കാസുർ സൂറത്തും 2-ാം റക്അത്തിൽ വൽ അസ്ർ സൂറത്തും. പിന്നെ അടുത്ത നിസ്കാരത്തിൽ 1-ാം റക്അത്തിൽ കുൽ യാ അയ്യുഹൽ കാഫിറൂന സൂറത്തും 2-ാം റക്അത്തിൽ കുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും ഓതുന്നു. അപ്പോൾ രാത്രിയിൽ നിസ്കരിക്കുകയാണെങ്കിൽ ഈ 2 റക്അത്തായിട്ടാണ് നിർവഹിക്കേണ്ടത്. പകലിലാണെങ്കിൽ നമ്മൾ ളുഹറൊക്കെ നിസ്കരിക്കുന്നത് പോലെ ഒന്നിച്ച് 4 റക്അത്ത് നിസ്കരിക്കലാണ് ഉത്തമം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ധാരാളം നന്മ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.